ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ബോയ M1 പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വായിച്ചു നോക്കാം. പക്ഷെ ഒരു കാര്യമില്ല, വെറുതെ കുറെ കാര്യങ്ങൾ. ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ബോയ BY-M1 പറഞ്ഞുള്ളൊരു വയേർഡ് മൈക്കിന്റെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. 2025 ഇങ്ങനൊരു വയേർഡ് മൈക്കിന് അത്യാവശ്യം പ്രസക്തികളുണ്ട്. ഇപ്പൊ നമുക്ക് എപ്പോഴും ഈ റോഡ് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല പ്രീമിയം വയർലെസ് മൈക്കുകളൊന്നും നമുക്ക് അഫോർഡബിൾ അല്ല. അപ്പൊ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു പുതിയൊരു യൂട്യൂബർ ആണെങ്കിൽ നമ്മളെപ്പോഴും നമ്മളെ ബഡ്ജറ്റ് അവിടെ ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമുക്കൊരു 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ താഴെ നിന്ന് ഒരു വയർലെസ് മൈക്ക് വാങ്ങിയാൽ വലിയൊരു ക്വാളിറ്റികൾ ഉണ്ടാവില്ല. നമ്മളിപ്പോഴും ഒരു വയർലെസ് മൈക്കിലോട്ട് പോവും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ ആവശ്യങ്ങളാണല്ലോ. അതായത് നമ്മളിപ്പോൾ നടന്നുകൊണ്ടൊരു വ്ളോഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഫോണും നമ്മളും തമ്മിൽ നല്ലൊരു ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും അവിടെ ഒരു വയർലെസ് മൈക്ക് നമുക്ക് എന്തായാലും ആവശ്യം ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ എന്തായാലും ഒരു വയർലെസ് മൈക്കിലോട്ട് പോവുക. നമ്മളെപ്പോഴും ഒരു 2000 3000 താഴെയൊന്നും നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വയർലെസ് മൈക്ക് നിലവിൽ നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണെങ്കിലും ക്വാളിറ്റി ഒരു പ്രശ്നമാണല്ലോ. വലിയൊരു ക്വാളിറ്റി ഉള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളും ഫോണും തമ്മിലൊരു മാക്സിമം ഒരു 6 മീറ്റർ ഡിസ്റ്റൻസിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്ന ഒരു കാര്യം ഒരു വയേർഡ് മൈക്കാണ് ഞാനും ഇപ്പം പ്രിഫർ ചെയ്യുള്ളൂ. അങ്ങനെയുള്ളൊരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു വയേർഡ് മൈക്കാണ് ബോയയുടെ M1 പറഞ്ഞൊരു വയേർഡ് മൈക്ക്. അപ്പൊ ഒന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ബോയയുടെ M1 പറഞ്ഞൊരു മൈക്കിന്റെ റിവ്യൂ ആണ്. നിലവിൽ നമ്മളൊരു വയർലെസ് മൈക്കിലൂടെ തന്നെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബോയയുടെ തന്നെ മൈക്കാണ്, V10 എന്ന് പറയും. ഏകദേശം 2500 രൂപയാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു മൈക്കാണെന്ന് തോന്നുന്നുണ്ട്. എന്നാൽ പോലും ഈ ഒരു മൈക്ക് തരുന്ന ഒരു ക്വാളിറ്റി ഈ ഒരു മൈക്ക് തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഒരുപാട് മെച്ചങ്ങളുണ്ട്, പോരായ്മകളുണ്ട്. ക്വാളിറ്റി എന്ത് പറഞ്ഞാലും ക്വാളിറ്റി ആണല്ലോ അവിടുത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു മൈക്കിന്റെ കാര്യങ്ങളിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, ഈ ഒരു ബോക്സ് ഇങ്ങനൊരു ബോക്സ് ആണ് വരുന്നത്. ഏകദേശം അതിന്റെ ഉള്ളിൽ നമുക്ക് വരുന്നതാണ് ഇങ്ങനെ ഇതേപോലൊരു വയേർഡ് മൈക്കാണ്. ഏകദേശം 6 മീറ്ററിലൊരു വയേർഡ് മൈക്കാണ് ഇതിൽ വരുന്നത്. അതേപോലെ ഒരു കണ്ടൻസറും ഇതിലുണ്ട്. ഇതാണ് ഒരു കണ്ടൻസർ എന്ന് പറയുന്നത്. ഈ കണ്ടൻസറിന് ഇവിടെ ഒരു മൈക്ക് ഉണ്ട്. നമ്മൾ ക്യാമറ, അതായത് നമ്മളെ DSLR ക്യാമറകൾ പോലെ യൂസ് ചെയ്യാൻ ഇത് പറ്റും. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഇത് ക്യാമറ മാറ്റാനും അതേപോലെ സ്മാർട്ട് ഫോൺ ആക്കാനും വേണ്ടിയിട്ട് ഒരു ബട്ടൺ നിലവിലുണ്ട്. അപ്പോൾ ഇതിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ എന്താ പറയുക, അതിന്റെ ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും കണക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം പാർട്സുകൾ കണക്ട് ആക്കാനുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു 3.5mm ജാക്ക് ഇത് നമ്മൾ പണ്ട് വയേർഡ് മൈക്കിലൊക്കെ വയേർഡ് നമ്മളെ ഹെഡ്സെറ്റിലൊക്കെ വന്നിട്ടുള്ളൊരു സാധനം തന്നെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഫോണുകൾ എന്ന് പറയുന്നത് Type-C ഫോണുകളാണല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിന്റെ ഇടയിൽ ഒരു കണക്ടർ മീൻസ് ഫോണിലോട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഈ 3.5mm ജാക്ക് ടു Type-C നമ്മൾ എന്തായാലും വേണം. ഇതിന്റെ കൂടെ വരുന്നില്ല. പക്ഷെ ഇത് ഞാൻ എക്സ്റ്റേണൽ ആയിട്ട് വാങ്ങിയുള്ള ഒരു കാര്യമാണ്. ഏകദേശം 100-150 രൂപ കൊടുത്ത് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് കിട്ടും. അപ്പോൾ പിന്നെ കൂടുതൽ നമ്മളെ യൂസർ മാനുവലാണ് വരുന്നത്. യൂസർ മാനുവൽ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ വായിച്ച് നോക്കാം. പക്ഷെ ഒരു കാര്യമില്ല, വെറുതെ കുറെ കാര്യങ്ങളാണ്. ഒരു QR കോഡ് കൊടുത്താൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്താൽ മതി. QR കോഡും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇത്ര വലിയ ബുക്കിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു വാറണ്ടി കാർഡ് വരുന്നുണ്ട്. ഏകദേശം 1 വർഷത്തോളം വാറണ്ടി ഈ ഒരു വയേർഡ് മൈക്കിന് വരെ തരുന്നുണ്ട്. പിന്നെ പൊട്ടിയാലൊന്നും നമുക്ക് വാറണ്ടി കിട്ടൂല എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർത്ത് വെക്കുക. പിന്നെ അതേപോലെ ഒരു പൗച്ച് കവർ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് നമ്മൾ ഊരിക്കഴിഞ്ഞാൽ ഈ മൈക്ക് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വെക്കൽ ഒരു ടാസ്ക്കാണ്. നമുക്ക് അറിയാം, വയേർഡ് മൈക്ക് കാരണം കംപ്ലൈന്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മടങ്ങി കഴിഞ്ഞാലൊക്കെ കംപ്ലൈന്റ് ആവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പിന്നീട് വെക്കാൻ ശ്രമിക്കരുത്. കാരണം വേറെ ഇതിൽ കുറച്ച് വലിയ ബോക്സിലോ കാര്യങ്ങളൊക്കെ വെക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഇത് വെക്കുകയാണെങ്കിൽ 6 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ വയർ, ഇതിൽ തിരിച്ച് വെക്കുകയാണെങ്കിൽ കുത്തിക്കൊള്ളിച്ച് വെക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കാം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഒരു ബാറ്ററി വന്നിട്ടുണ്ട്. അതായത് ക്യാമറയിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കണ്ടൻസറിന്റെ ഉള്ളിൽ നമ്മളൊരു ബാറ്ററി നമ്മൾ വെക്കണം. എന്നാലേ നമ്മൾ ഇതുമായിട്ട് ക്യാമറ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഫോണിൽ ഈ ഒരു ബാറ്ററിയുടെ ആവശ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് കൊണ്ടുപോയി കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിത് കണക്ട് ചെയ്തിട്ടുള്ളൊരു വോയിസും കാര്യങ്ങളും നമുക്ക് കേൾക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു കണക്ടർ ഞാൻ മേടിച്ചുള്ള 150 രൂപ കൊടുത്തിട്ട് അത്യാവശ്യം ക്വാളിറ്റിയിലൊരു കണക്ടറാണ്. അപ്പോൾ ഇത് ഞാൻ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഫോണിലൊന്ന് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ വോയിസ് എന്താണ് നമുക്കൊന്ന് കേട്ടോക്കാം. Type-C ആണ് നമ്മുടെ ഫോൺ എന്ന് പറയുന്നത്. അപ്പം ഫോണിലൂടെയുള്ള വോയിസും അതേപോലെ ഫോൺ കഴിഞ്ഞിട്ട് ഈ ഒരു മൈക്കിലൂടെയുള്ളൊരു വോയിസും നമുക്കൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ബോയ M1 പറഞ്ഞുള്ളൊരു വയേർഡ് മൈക്കിലെ
വോയിസ് ആണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ള ഒരു നോയ്സ് റിഡക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു വയേർഡ് മൈക്ക് നമുക്ക് തരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു മൈക്കാണ് ഈ ഒരു ബോയ M1 പറഞ്ഞുള്ളൊരു മൈക്ക്. ഇപ്പോൾ ഏകദേശം ഒരു 6 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഞാനും ഫോണും തമ്മിൽ ഏകദേശം ഒരു 3 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. വയർ എന്ന് പറയുന്നത് ഏകദേശം 6 മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഫോണിന്റെ മൈക്കിലൂടെയുള്ള വോയിസും നമുക്കൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് സാംസങ്ങിന്റെ S21 FE ഉള്ളൊരു ഫോണിന്റെ മൈക്രോഫോണിന്റെ മൈക്കിലൂടെയുള്ള വോയിസ് ആണ് നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. അത്യാവശ്യം നോയ്സുകളും കാര്യങ്ങളൊക്കെ നിലവിൽ നമ്മളെ ചുറ്റുഭാഗത്തുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഫോൺ പിടിക്കുന്നുണ്ടാവും. ഇനി നമുക്ക് മൈക്ക് കണക്ട് ചെയ്തുള്ള ഒരു വോയിസ് കാര്യങ്ങളും കേട്ട് നമുക്കൊരു സിറ്റ് ഔട്ടിൻ്റെ ഒരു സിറ്റ് ഔട്ട് പോലത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. 2 സ്ഥലങ്ങളും ഓപ്പൺ ആണ്. ചെറിയ കിളികളൊക്കെ ചെറിയ ശബ്ദം ഉണ്ടാക്കുന്നത്, ചെറുതായിട്ട് ഫാനും ഓണാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് ഈ ഒരു വോയിസിലൂടെ മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കും. ഇനി നമുക്ക് മൈക്കൊന്ന് കണക്ട് ചെയ്തിട്ടുള്ള വോയിസും നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ ബോയ M1 പറഞ്ഞുള്ളൊരു വയേർഡ് മൈക്കിലെ വോയിസ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നത് ഫോണിന്റെ മൈക്രോഫോണിലോട്ടുള്ള വോയിസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി ഓർത്ത് വെക്കണം, ഫോണിന്റെ ഓരോ ഫോണിനും ഓരോ മൈക്രോഫോൺ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വോയിസ് ആയിരിക്കില്ല നിങ്ങൾ വേറൊരു ബ്രാൻഡിന്റെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു വോയിസ്. അപ്പോൾ ഫോണിനനുസരിച്ച് അതിന്റെ ക്വാളിറ്റിയിലും കാര്യങ്ങളും വോയിസിന്റെ മോഡുലേഷൻ കാര്യങ്ങളൊക്കെ മാറ്റുണ്ടാകും. അത് നിങ്ങളെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു 2025 ഈ ഒരു വയേർഡ് മൈക്കിന് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു സംശയമില്ലാതെ ഞാൻ പറയും അത്യാവശ്യം നല്ല പ്രസക്തിയുള്ള ഒരു മൈക്കാണ് 2025 പോലും. കാരണം നമ്മളെ സാമ്പത്തിക സ്ഥിതിയാണല്ലോ നമ്മളെപ്പോഴും ചെറിയ മൈക്കുകളിലേക്ക് നമ്മളെ കൊണ്ടുവരിക. അപ്പോൾ ഒരു തുടക്കക്കാരാണെങ്കിൽ ഞാൻ എപ്പോഴും അവരോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു വയേർഡ് മൈക്ക് യൂസ് ചെയ്യുക. ആവശ്യം വളരെ പ്രധാനമാണ്. നമ്മൾ ആവശ്യങ്ങൾ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും. നമുക്ക് ക്വാളിറ്റിയാണ് വേണ്ടത്. ചെറിയ കാര്യത്തിലും വലിയൊരു ക്വാളിറ്റി തരുന്നുണ്ടെങ്കിൽ ആ ക്വാളിറ്റിക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുത്തിട്ട് വേണം നിങ്ങൾ ഏതൊരു മൈക്ക് ചൂസ് ചെയ്യാനും. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത 1 ഇയർ തരുന്ന ഒരു മൈക്കാണിത്. അപ്പോൾ ഈ ഒരു വയേർഡ് മൈക്ക് ആകുമ്പോൾ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് സൂക്ഷിച്ചുകൊണ്ട് വയേർഡ് മൈക്ക് നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു വയർലെസ് മൈക്ക് ഒക്കെ ആണെങ്കിൽ നമ്മളോട് 2 അല്ലെങ്കിൽ ഒരു 3000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഒരു സംശയവും ഇല്ലാതെ നിങ്ങൾ വയർലെസ് മൈക്കിലോട്ട് നിങ്ങൾ പോയിക്കൊണ്ടെന്ന് പറയും. അല്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ എപ്പോഴും നിങ്ങൾ വയേർഡ് മൈക്ക് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ബോയ M1 പറഞ്ഞുള്ള വയേർഡ് മൈക്കിന്റെ റിവ്യൂ എന്ന് പറയുന്നത്. ഏകദേശം 5 വർഷം 6 വർഷത്തെ മുന്നേ ഇറങ്ങിയിട്ടുള്ള ഒരു മൈക്കാണ്. നിലവിൽ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 800 രൂപയാണ്. ഞാനിത് മേടിച്ചിട്ടുള്ളത് ഓഫർ ഉണ്ടായിരുന്ന സമയത്താണ്. 750 രൂപയ്ക്ക് എനിക്ക് ഈ ഒരു മൈക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ റീഫർബിഷ്ഡ് പീസ് ഒക്കെ ഉണ്ട്. അതൊന്നും ഞാൻ ഒരിക്കലും മേടിക്കാൻ ചൂസ് ചെയ്യുന്നില്ല. 6 മാസമേ വാറണ്ടി ഉള്ളൂ. അപ്പോൾ വയേർഡ് മൈക്കൊക്കെ ആകുമ്പോൾ അത്യാവശ്യം വാറണ്ടി ഉള്ളത് നമ്മൾ യൂസ് ചെയ്യാൻ നോക്കും. 1 വർഷം തന്നെ ഉള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ നോക്കാൻ പോയാന്ന് പറയുന്നത് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു മൈക്കാണ്. അതിലൊരു സംശയങ്ങളും ഇല്ല. അപ്പോൾ നമ്മളെ ബഡ്ജറ്റ് അവിടെ പ്രശ്നമാണെങ്കിൽ നമുക്ക് കൂടുതൽ ബഡ്ജറ്റ് ഇടാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ബഡ്ജറ്റ് ഇട്ടിട്ട് നമ്മൾ ഓരോ മൈക്കുകളും നമുക്ക് മേടിക്കാൻ ശ്രമിക്കാം. ഓക്കെ.